ശബരിമല സ്വർണ്ണമോഷണത്തിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി. സ്വർണ്ണമോഷണത്തിൽ മറ്റൊരു കേസ് കൂടി എടുക്കാനും തീരുമാനം. കേസ് ദേവസ്വം ബോർഡ്, സർക്കാർ, വിജിലൻസ് എന്നിവയെ മാത്രം കക്ഷികളാക്കി. തീരുമാനം കേസിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്താൻ. ഉത്തരവ് പ്രത്യേക സംഘത്തിന്റെ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ച്. PM ശ്രീ പദ്ധതിയിൽ ചേരാനുള്ള സർക്കാരിന്റെ തീരുമാനത്തെ മന്ത്രിസഭാ യോഗത്തിൽ എതിർക്കുമെന്ന് CPI. ചർച്ചയില്ലാതെ തീരുമാനമെടുത്തതിൽ CPIക്ക് അമർഷം. എതിർത്താലും മുന്നോട്ട് എന്ന നിലപാടിൽ CPIയും. പദ്ധതിയെ പാടെ അവഗണിച്ച് തമിഴ്നാട് സർക്കാർ. മഹാരാഷ്ട്രയിലെ നവി മുംബൈയിൽ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ 3 മലയാളികൾ ഉൾപ്പെടെ 4 പേർ മരിച്ചു. മരിച്ചത് തിരുവനന്തപുരം സ്വദേശികളായ സുന്ദർ ബാലകൃഷ്ണനും കുടുംബവും. 10 പേർക്ക് പരിക്ക്. വാഷിയിലെ രഹേജ കോംപ്ലക്സിൽ തീപിടുത്തമുണ്ടായത് പുലർച്ചെ 2 മണിയോടെ. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ്. നാളെ 3 ജില്ലകളിൽ ചുവപ്പ് മുന്നറിയിപ്പ്. എറണാകുളം കുമ്പളത്ത് കനത്ത മഴയിൽ വീട് തകർന്നു വീണു. പ്രതിപക്ഷത്തിന് രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. എല്ലാറ്റിനെയും എതിർക്കാനാണോ പ്രതിപക്ഷം? നല്ലതിനെ പിന്തുണയ്ക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്നും മുഖ്യമന്ത്രി. വിമർശനം കോഴിക്കോട് കല്ലുത്താൻ കടവ് കമ്പോളത്തിനെതിരായ പ്രതിഷേധങ്ങൾക്കെതിരെ. കല്ലുത്താൻ കടവ് കമ്പോളത്തിനെതിരെ പാളയത്ത് പ്രതിഷേധിച്ച് തൊഴിലാളികൾ. അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന് ഇന്ന് തുടക്കം. വൈകിട്ട് 5 മണിക്ക് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. 8 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത് 20,000-ൽ പരം കായിക താരങ്ങൾ. ഇത്തവണത്തെ പോരാട്ടം സ്വർണ്ണക്കപ്പിനു വേണ്ടി. വിവാദമായ ഷെയ്ൻ നിഗം ചിത്രം ഹാൽ കാണാൻ ഹൈക്കോടതിയുടെ തീരുമാനം. ജസ്റ്റിസ് VG അരുൺ ശനിയാഴ്ച ചലച്ചിത്രം കാണും. കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധിയും സെൻസർ ബോർഡ് പ്രതിനിധികളും സിനിമ കാണാനെത്തും. തീരുമാനം പ്രദർശനാനുമതി നിഷേധിച്ച സെൻസർ ബോർഡിനെതിരെ നിർമ്മാതാക്കൾ നൽകിയ ഹർജിയിൽ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കേരളത്തിലെത്തും. നാളെ ശബരിമലയിൽ ദർശനം നടത്തും. തീർത്ഥാടകർക്ക് നാളെ ശബരിമലയിൽ നിയന്ത്രണം. അമേരിക്കയിൽ സർക്കാർ ജീവനക്കാരുടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാകാതെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. സെനറ്റിൽ അവതരിപ്പിച്ച ധനാനുമതി ബിൽ തുടർച്ചയായി 11ാം തവണയും പരാജയപ്പെട്ടു. സാമ്പത്തിക ഷട്ട്ഡൗൺ 21ാം ദിവസത്തിലേക്ക്. ശമ്പളം ലഭിക്കാതെ വലഞ്ഞ ജീവനക്കാർ.